കട്ട് ചെയ്യാതെ നമുക്ക് പ്രിൻസ് കട്ട് അടിക്കാം കേട്ടോ. കണ്ടോളൂ. 9 ഇഞ്ച് ഫസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴിയുടെ ഭാഗത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 6ലേക്ക് 4.5 ടെക്ക് മാർക്ക് ചെയ്തു. ഇനി അടിയിലൊരു 4 ഇഞ്ച് എടുക്കുക. 4 ഇഞ്ചിൽ നിന്ന് മേലോട്ട് ഫസ്റ്റ് പോയിൻ്റ് താഴെ വരെ 4 ഇഞ്ചിലേക്ക് വരയ്ക്കുക. ഇനി അടിയിൽ നിന്ന് ടെക്ക് അകലം നമുക്ക് ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ നീക്കി മാർക്ക് ചെയ്യാം. രണ്ട് ഭാഗത്തും ഒരു 3 ഇഞ്ച് വരെ നമുക്ക് നേരെ മാർക്ക് ചെയ്യാം. അത് നമുക്ക് അടിഭാഗം മടക്കി അടിക്കാനുള്ളതാണ്. ക്രോപ്പ് ടോപ്പാണ്. ഇനി മേലോട്ട് ചെരിച്ച് വരയ്ക്കാം. അതുപോലെ അത് മറ്റേ ഭാഗത്തും ഇതുപോലെ വരച്ചെടുക്കാം. ചോക്ക് ശരിക്കും തെളിഞ്ഞിട്ടില്ല, എന്നാലും വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വരച്ചെടുത്ത് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് വീതം ടെക്ക് വീതി കൂട്ടിയടിക്കണം. ഇനി നമുക്കത് അടിച്ചെടുക്കാം. കണ്ടോളൂ. ആദ്യം 4 ഇഞ്ച് വെച്ച് കൈക്കുഴിയിൽ നിന്ന് കുറേശ്ശെ കുറച്ച് അടിച്ച് ചുവട്ടിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞാൽ കുറേശ്ശെ വീതി കൂട്ടി അടിക്കാൻ. താഴെ നിന്ന് ഇതുപോലെ അടിക്കാൻ പറ്റും കേട്ടോ. മേലോട്ട് ടെക്ക് അടിയിലത്തെ ടെക്ക് വീതി കൂട്ടി അടിച്ചെടുക്കാം. കട്ട് ചെയ്യാണ്ട് ഇങ്ങനെയും പ്രിൻസ് കട്ട് നമുക്ക് അടിക്കാമെന്ന് മനസ്സിലായല്ലോ. പ്രിൻസ് കട്ട് അടിക്കൽ കഴിഞ്ഞു. കണ്ടോളൂ.